നമുക്കൊരു EFT ടാപ്പിംഗ് ചെയ്താലോ? അത് മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ വരാറുണ്ടോ? മറ്റുള്ളവരോട് എപ്പോഴും അവരൊരു തെറ്റും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വളരെ ദേഷ്യം അവരോട് തോന്നാറുണ്ട്. ചില സിറ്റുവേഷൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷാലോ ബ്രീത്തിങ്ങും ചെസ്റ്റ് ഒക്കെ ടൈറ്റ് ആകാറുണ്ട്. അപ്പോൾ ഈ ടാപ്പിംഗ് നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. EFT ടാപ്പിങ്ങിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്റെ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടാപ്പിംഗ് തുടങ്ങാം അല്ലേ? നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്ത് ആദ്യം ഇരിക്കുക. മറ്റുള്ള പ്രവൃത്തികളൊന്നും ഇതിനോടൊപ്പം ചെയ്യാൻ പാടില്ല. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു ഫലം ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്നോടൊപ്പം ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് കരാത്തെ ചോപ്പില് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പറയും. അതിനു മുമ്പേ നിങ്ങളുടെ ആ ഇറിറ്റേഷൻ അളക്കാൻ പറഞ്ഞാൽ അത് എത്രമാത്രം ആഴമേറിയതാണ് എന്ന് നിങ്ങൾ പറയുക. അതിന് സുഡ് ലെവൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ സുഡ് ലെവൽ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ഇറിറ്റേഷൻ ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ പറയാം? എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. എന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുകയും പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യും. വീണ്ടും പറയാം, എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. ഞാൻ എന്നാലും എന്നെ സ്നേഹിക്കുകയും പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യും. എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. എന്റെ ഇറിറ്റേഷൻ ഞാനിപ്പോൾ റിലീസ് ചെയ്യും. എന്റെ ആ അസ്വസ്ഥത ഞാനിപ്പോൾ റിലീസ് ചെയ്യും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇറിറ്റേഷൻ ഞാൻ റിലീസ് ചെയ്യും. ഞാൻ എന്റെ ഇറിറ്റേഷൻ, അസ്വസ്ഥത പൂർണ്ണമായും ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ സേഫ് ആണ്. ഞാൻ എന്റെ ഇറിറ്റേഷൻ, ആ അസ്വസ്ഥത, ദേഷ്യം ഇഗ്നോർ ചെയ്യും. ഞാനത് റിലീസ് ചെയ്യും. ഞാൻ എന്റെ ഇറിറ്റേഷനെ റിലീസ് ചെയ്യും. ഞാൻ എന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ദേഷ്യത്തെ ഇപ്പോൾ റിലീസ് ചെയ്യും. ഞാൻ എന്റെ ഇറിറ്റേഷനെ റിലീസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ പറഞ്ഞതിന് ശേഷം ശ്വാസം ആഴത്തിൽ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വിടുക. കൈ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. ശ്വാസം മൂക്കിൽ കൂടി എടുക്കുകയും വായിൽ കൂടെ ഉള്ളിലേക്ക് വിടാവുന്നതാണ്. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം പതുക്കെ കണ്ണുകൾ തുറക്കാം. ഇതിനുശേഷം നിങ്ങൾക്ക് ഉള്ള ആ സുഡ് ലെവൽ വീണ്ടും മെഷർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകും. ആ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം എത്രത്തോളമാണ്, അതായത് ആ സുഡ് ലെവൽ ഇപ്പോൾ എത്രത്തോളം മാറിയിരിക്കുന്നു. മുമ്പ് നിങ്ങളുടെ സുഡ് ലെവൽ 10ൽ 7 എന്ന് വിചാരിക്കുക. ഇപ്പോൾ അത് ചിലപ്പോൾ 1 പോയിന്റ് 2 പോയിന്റ് കുറഞ്ഞിരിക്കാം. അപ്പോൾ ഈ പോയിന്റ്, ആ സുഡ് ലെവലിലെ പോയിന്റ് നിങ്ങൾക്ക് 0 ആകുന്നത് വരെ ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് ചിലപ്പോൾ 3 റൗണ്ടോ അല്ലെങ്കിൽ ഒരു 4 5 റൗണ്ടോ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായ മാറ്റം, നിങ്ങളുടെ മൈൻഡിന് ഒരു ശാന്തത നിങ്ങൾക്ക് തോന്നും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ആ ശരീരം അലേർട്ട് മോഡിൽ നിന്നും ഒരു സേഫർ മോഡിലേക്ക് ആണ് എന്നുള്ള ഒരു സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിന് ലഭിക്കും.